ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെഹൻസ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ലിപ് ബാമിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ആക്കാം. അപ്പോൾ നമുക്ക് ലിപ് ബാം തയ്യാറാക്കാനായിട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് വേണമെങ്കിൽ അങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുക്കാം. നമുക്കിതിൻ്റെ ജ്യൂസാണ് ഈ ഒരു ലിപ് ബാമിന് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് നെയ്യാണ്. ഇനി 2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ. അത് ലാസ്റ്റ് ഞാൻ പറയാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണുക. ലിപ് ബാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു തുണി വെച്ചിട്ടാണ് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഈ തുണി വെച്ചെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ജ്യൂസ്, കട്ടിയിലുള്ള ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ മിക്സിയിൽ അരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് ജ്യൂസ് അങ്ങനെയാവും ചിലപ്പോൾ കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളത് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടേണ്ട രൂപത്തിൽ നമ്മൾ ഈ തുണിയിൽ ബീട്രൂട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ 2 മെത്തേഡിൽ ഇത് ചെയ്യാം. അതായത് ജ്യൂസ് എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്ത് ഈ ഒരു ജ്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്നിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ആവുന്ന വിധത്തിൽ ഈ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് വെറ്റിച്ചെടുത്തിട്ട് അങ്ങനെ നമുക്ക് ലിപ് ബാം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് തുണിയിൽ അരിച്ചെടുത്ത് ഈ ഒരു ജ്യൂസ് എടുത്തിട്ട് തന്നെ ഞാൻ നേരെ ലിപ് ബാം പ്രിപ്പയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ജ്യൂസൊക്കെ നല്ല തിക്കിൽ തന്നെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് നെയ്യാണ്. നെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചൂടാക്കിയിട്ടില്ല, മെൽറ്റ് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മിക്സ് ആവാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കണം. കുറച്ചധികം നേരം തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടും കൂടെ നല്ല പോലെ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇത് നല്ലതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമുക്ക് സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചില ആളുകൾ വാസലിനൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വാസലിൻ ഒന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല. കാരണം ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മുടെ ചുണ്ട് കറക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് വാസലിൻ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ വാസലിനൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് നല്ല രീതിയിൽ കിട്ടും. പക്ഷേ നമ്മളിവിടെ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. വാസലിൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ചിഷ്ടയുടെ പൊടിയാണ്. ഇത് ബെസ്റ്റാണ്. ചുണ്ടൊക്കെ നല്ല ഒരു റെഡിഷ് അല്ലെങ്കിൽ ഒരു പിങ്ക് ആയിട്ടുള്ള നല്ല ഒരു ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ബീട്രൂട്ട് ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു പിങ്കിഷ് ആയിട്ടുള്ള കളർ കിട്ടും. മഞ്ചിഷ്ടയുടെ പൊടി കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ഇതുള്ളവർ ഇത് ചേർക്കുക. അത് ഓപ്ഷണലാണ്, ചേർത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ മഞ്ചിഷ്ടയുടെ പൊടി ഇവിടെ ഒരു 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ല പോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തന്നെ ഈ ഒരു മഞ്ചിഷ്ടയുടെ പൊടി ഇട്ടെടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പഴയ ലിപ് ബാമിൻ്റെയൊക്കെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മിനിമം 15 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാക്സിമം അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ വെച്ചാൽ നല്ല പോലെ സെറ്റായി കിട്ടും. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ താഴെ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ലിപ് ബാം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, കാരണം വേറെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കാരണം ഇത് സേഫാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.